കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് സസ്പെൻഷൻ. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റേതാണ് നടപടി. ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് രജിസ്ട്രാർ അനുമതി റദ്ദാക്കിയിരുന്നു. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഉൾപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു പരിപാടിക്ക് അനുമതി റദ്ദാക്കിയത്. സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർ KS അനിൽകുമാർ 24-നോട് പറഞ്ഞു. പ്രതികരിക്കാമോ? നിയമപരമായി കാണാം. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അല്പസമയത്തിനകം SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഭാരതാംബ ചിത്ര വിവാദത്തിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധം SFI നിലപാട് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വീണ്ടും ആ വിവാദം അത് കൂടുതൽ പുകയുകയാണ്. എന്താണ് ഇത്തരത്തിൽ നടപടിക്ക് കാരണമായി പറയുന്ന കാര്യങ്ങൾ? ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്ന മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? പ്രധാനമായി ഇതിൽ പറയുന്ന ഒരു കാര്യം, അതായത് ഗവർണറോട്, ചാൻസലർ കൂടിയായ ഗവർണറോട് ധിക്കാരപരമായി പെരുമാറി. ഒപ്പം ബാഹ്യ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ പ്രവർത്തിച്ചത്. ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ KS അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു. ഇതാണ് ഉത്തരവിൽ പറയുന്നത്. അതായത് വൈസ് ചാൻസലർ തനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് യൂണിവേഴ്സിറ്റി വിഷയങ്ങളിൽ ഒരുപക്ഷെ സർക്കാരും ഗവർണറും പല ഘട്ടങ്ങളിൽ ഏറ്റുമുട്ടി. അത് മുൻ ഗവർണറാകട്ടെ ഈ ഗവർണറാകട്ടെ, മുൻ ഗവർണർ പരസ്യമായി ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി. പക്ഷേ ഇത്തരമൊരു നടപടി ഇത് ആദ്യമാണ്. ഇത്തരത്തിൽ സർവകലാശാല നിയമാവലിയിലാകട്ടെ, സർവകലാശാല ഒരു സ്വയംഭരണ സ്ഥാപനമായിരിക്കെ അതിൻ്റെ ഒരു ഹൈറാർക്കിയിൽ നോക്കിയാലും ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ, അത് ഒന്ന് വൈസ് ചാൻസലർ, രണ്ടാമത്തെയാൾ രജിസ്ട്രാർ ഒരു സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നേരിട്ട് നടപ്പാക്കേണ്ട ആൾ, ആ ആളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അതും സ്വന്തം ഉത്തരവാദിത്തത്തിൽ സ്വന്തം പ്രത്യേക അധികാരം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നടപടിയെടുത്തിരിക്കുന്നു. എന്തായാലും അനിൽകുമാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. സമാനതകളില്ലാത്ത ഒരു നടപടിയാണ്. മുൻ ചരിത്രം പോലും ഇതിന് പറയാനില്ല. കാരണം ഇത്തരത്തിലൊരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പോലും സിൻഡിക്കേറ്റിന്റെ ഒരു അനുമതി വേണം. ഇവിടെ സിൻഡിക്കേറ്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, ഈ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ഇന്ന് രാവിലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന് കത്തയക്കുകയും ചെയ്തിരുന്നു. ആ കത്തെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റിന്റെ പ്രതികരണം കൂടി ഇപ്പോൾ ലഭിക്കുന്നു. അതിലേക്ക് ചേരാത്ത സമയത്ത് VCക്ക് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അതല്ല ഞാൻ പറഞ്ഞ നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലല്ലോ. ഇല്ല, അതാ പറഞ്ഞ 1030 ഉപയോഗിക്കാൻ പുള്ളിക്ക്. അവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സർവകലാശാല VCക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരമാണത്. അതുപയോഗിച്ച് പരിശോധനകൾ ഏറെ നടത്തേണ്ട ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അധികാരമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഈ സർവകലാശാലയിൽ പാലിക്കപ്പെടണം എന്നുള്ളതാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. യെസ്, അത് സിൻഡിക്കേറ്റ് നിലപാട് വ്യക്തമാക്കുകയാണ്. അവിടെ VCക്ക് അതിന് അധികാരമില്ല ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.